ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവാവിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. മനുഷ്യാവകാശ പ്രവർത്തകർ സനൂപിന്റെ കുടുംബത്തെ സന്ദർശിച്ചു. ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യം. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവാവിന് 2 കണ്ണുകളുടെയും കാഴ്ചശക്തി നഷ്ടപ്പെട്ടതായി പരാതി. പൊന്നൂക്കര സ്വദേശി സനൂപിന്റെ കുടുംബത്തെ HRPM NGO മനുഷ്യാവകാശ പ്രവർത്തകർ സന്ദർശിച്ചു. അത്യാവശ്യം ചോദിക്കുന്നത് നമുക്ക് റിപ്പോർട്ടാണ്. റിപ്പോർട്ട് നിങ്ങൾക്ക് കൊടുത്തതിൽ കുറച്ച് റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2023 വന്ന പേപ്പർ ന്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എടുത്തതിലേക്ക് നമുക്കിതിൽ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി അന്വേഷിക്കും. എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇതെന്താണോ പിഴവാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പറ്റിയ പിഴവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇനി ഒരാൾക്ക് ഇത് ബാധിക്കാൻ പാടില്ല, സംഭവിക്കാൻ പാടില്ല, ഒരിക്കലും ബാധിക്കാൻ പാടില്ല. 2021 മുതൽ കാൽമുട്ട് വേദനയ്ക്ക് ചികിത്സ തേടിയ സനൂപിന് അശ്രദ്ധമായ ചികിത്സയും മരുന്ന് കുത്തിവെച്ചതിലെ അപാകതയും കാരണമാണ് കാഴ്ച നഷ്ടപ്പെട്ടതെന്ന് കുടുംബം ആരോപിക്കുന്നു. ആശുപത്രിയിൽ ബെഡ് ലഭിക്കാതെ നിലത്ത് കിടത്തി ചികിത്സിച്ചതായും ചികിത്സാ രേഖകൾ നൽകാൻ അധികൃതർ വിമുഖത കാട്ടിയതായും പരാതിയുണ്ട്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നും ദാരിദ്ര്യാവസ്ഥയിലായ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും മനുഷ്യാവകാശ പ്രവർത്തകരായ ബിനു തിരുത്തേൽ, ബൈജു കൊരച്ചാക്കൽ, ഷൺമുഖൻ മായനൂർ എന്നിവർ ആവശ്യപ്പെട്ടു. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസൊക്കെ അതിന് എന്ത് നടപടി എടുത്തെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതുവരെ ഒരു നടപടി എടുത്തായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. ചികിത്സാപരമായി ഇതുവരെ പരാതി കൊടുത്തിട്ടും അവർ ഒന്നും ഉണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതും അവരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ കഴിവാണ്. നമ്മളിത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി, മാധ്യമ ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നെ ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവരായിട്ട് സംസാരിച്ച് അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന എന്താണ് റിപ്പോർട്ട് നിങ്ങൾ അറിയിക്കുക. ഞങ്ങൾക്ക് പരമാവധി അങ്ങനെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ റിപ്പോർട്ടായിട്ട് നമുക്ക് വേറെ വിവരാശംസ റിപ്പോർട്ടുകളുണ്ടാകും. അങ്ങനെ നമുക്ക് പോയി കഴിഞ്ഞാൽ. ന്യൂസ് ഡെസ്ക് CCV.